സഹോദരങ്ങളെ, ത്വഹൂറില്ലാതെ ശുദ്ധിയില്ലാത്ത രൂപത്തിൽ നിസ്കാരം സ്വീകരിക്കപ്പെടൂല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉടനെ ചേർത്തി പറഞ്ഞു, വലാ സ്വദഖത്തുൻ മിൻ ഗുലൂൽ, അവിഹിത മാർഗത്തിലൂടെയുള്ള സമ്പാദ്യത്തിൽ നിന്നുള്ള ദാനവും ധർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരുമാകരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ആ മാർഗം സ്വീകരിക്കരുത്. ഏതെങ്കിലും ആളുകൾ ഒരുപക്ഷെ ഉപായമോ മറ്റോ പറഞ്ഞു തന്നോന്ന് കരുതിയിട്ട് നമ്മൾ നന്നായി വിഷയങ്ങൾ പഠിക്കണം, ബോധ്യമാകണം. അയാൾ പറഞ്ഞല്ലോ കുഴപ്പമില്ലാന്ന്, ഞാൻ ആ മാർഗം സ്വീകരിക്കാന്ന് കരുതി അങ്ങ് പോകരുത്. സുബ്ഹാനല്ലാഹ്, ഇപ്പോ ഏതൊക്കെയോ ചില ആളുകൾ എന്തിന്റെ പേരിലാണ് എനിക്കറിയില്ല, ചില ആളുകൾ ലോണൊക്കെ ഹലാലാക്കി വന്നിട്ട് അത് ലോണാണ്, പലിശ എന്നല്ല. സഹോദരങ്ങളെ, പേരൊന്ന് മാറ്റി എഴുതിയാൽ സംഗതി മാറുമോ? പഞ്ചസാര ചാക്കിന്റെ മുകളിൽ ഉപ്പ് നെയ്തി വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. പേരൊന്ന് ഇംഗ്ലീഷിലേക്കൊന്ന് മാറി എന്ന് കരുതിയിട്ട് സംഗതി മാറൂല. പലിശയല്ലേ? സത്യത്തിൽ പലിശയാണ്. കൊടുത്തിട്ട് മിച്ചം വാങ്ങുന്നു കുറെ ആളുകള്, കടം വാങ്ങിയിട്ട് ഏറെങ്ങനെ അടച്ചു ബുദ്ധിമുട്ടാകുന്നു വേറെ കുറെ ആളുകള്. ഞാൻ പറയട്ടെ, വ്യക്തികളിൽ നിന്നൊരാൾ കടം വാങ്ങിയിട്ട്, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ലേ, വ്യക്തികളിൽ നിന്നൊരാൾ കടം വാങ്ങുമ്പോ അതേ നിയമം തന്നെയാണ് ബാങ്കിനും. കടം കൊടുക്കുന്ന ആള് വാങ്ങുന്ന ആളോട് ഷർത്ത് വെച്ചു. എന്താണ് ഷർത്ത്? ഞാൻ നിനക്ക് 10,000 രൂപ കടം തരാം, കുഴപ്പമൊന്നുമില്ല. 2 വർഷം കഴിഞ്ഞിട്ട് നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി. പക്ഷേ തിരിച്ചു തരുമ്പോ 10,000 തന്നാ പോരാ, 15,000 തരണം, അല്ലെങ്കിൽ 11,000 തരണം. 1,000 നീ എനിക്ക് കൂട്ടിത്തരണം. 2 വർഷം ഞാൻ നിനക്ക് തന്ന് സഹായിച്ചില്ലേ? ആ കടം കൊടുക്കുന്നതും അത് വാങ്ങുന്നതും തെറ്റാണ്. എന്തേ കാരണം? ഈ ഷർത്ത്, ഈ നിബന്ധന, ഇതിനാണ് കുഴപ്പമുണ്ടായത്. 10,000 അയാൾ കടം വാങ്ങിയിട്ട് 10,000 തന്നെ 2 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് കൊടുത്താലും കടം കൊടുത്ത ആൾക്ക് സ്വതക്ക കൊടുത്തതിനേക്കാളും ഏറെ കൂലിയാണ്. വാങ്ങിയ ആള് തിരിച്ചു വീട്ടുമ്പോൾ അയാൾക്കും കൂലിയാണ്, ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് 1,000 രൂപ, അത് ഉദാഹരണം പറഞ്ഞതാണ്, ഒരൊറ്റ രൂപയാണ് ഏറെ പറഞ്ഞത്. ഒരു 1000-നും ഓരോ 100-നും 1 രൂപ ഏറെ തരണം, അല്ലെങ്കിൽ ഓരോ 1000-നും ഒരു 10 രൂപ ഏറെ തരണം. ഈ കണ്ടീഷനിലാണ് വിഷയം പറഞ്ഞത്. ഇതൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഞാൻ നിനക്ക് കടം തരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ 2 കൊല്ലം ഉപയോഗിക്കാൻ നിന്റെ ബൈക്ക് എനിക്ക് തരണം, നിന്റെ കാർ എനിക്ക് തരണം. സംഗതി ആ ഷർത്തും ഇതേ രൂപത്തിലാണ്, പലിശ തന്നെയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഈ ഒരു ഷർത്തും ഈ ഒരു കണ്ടീഷനും, ഈ രൂപത്തിലുള്ള കണ്ടീഷനും ഷർത്തും വെച്ചിട്ടുള്ള ബാധ്യതയും ഇത് ബാധ്യതകളല്ലേ? അതേ സമ്പത്ത് കൊടുക്കുന്നതും വാങ്ങുന്നതുമുള്ള രൂപമല്ലേ? അതിനല്ലേ മറ്റൊരു കണക്കിന് ലോണ് എന്ന് പറയുന്നത്. കൊടുത്തതല്ലല്ലോ തിരിച്ചു കൊടുക്കേണ്ടത്, വാങ്ങിയതല്ലല്ലോ തിരിച്ചു വീട്ടേണ്ടത്. അങ്ങനെയല്ലല്ലോ ഇടപാട് നടക്കുന്നത്. അത് ശരിക്ക് ചിന്തിക്കണം, ആലോചിക്കണം. ഒരു ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ ഒരു കടമിടപാട് നടത്തുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. കുല്ലു ഖർളിൻ, എല്ലാ കടവും, ജറ മൻഫഅതൻ, ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടവും, ഫഹുവ റിബാ, അതിന്റെ പേര് റിബ എന്നാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു 50 ലക്ഷം കടം തരാം. ഒരാൾ പറയാണ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 50 ലക്ഷം നിങ്ങൾ വീട്ടുന്നത് വരെ നിങ്ങൾ ആ കാസർകോട്ടങ്ങാടിയിലെ ഒരു വീടില്ലേ, ആ വീട് എനിക്ക് താമസിക്കാൻ വിട്ടുതരണം. കാസർകോട്ടങ്ങാടിയിൽ ഒരു റൂമില്ലേ, ആ റൂം എനിക്ക് ചില്ലറ ഇടപാടിന് വേണ്ടി വിട്ടുതരണം, വാടകൊന്നും തരൂല. സുബ്ഹാനല്ലാഹ്, 50 ലക്ഷം വാങ്ങിയതിന്റെ മറവില് സ്വീകരിക്കുന്ന ഈ ഉപകാരം ഫഹുവ റിബാ, അത് പലിശയാകുന്നു. ഈ ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തിരുന്നു, കാശ് കടം കൊടുത്തിരുന്നു. കൊടുത്ത ആളിൽ നിന്ന് കാശ് വാങ്ങാൻ വേണ്ടി അയാളെ വീട്ടുമുറ്റത്തെത്തി നോക്കുമ്പോ ആ വീട്ടിൽ വേറെയും കുറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഏതാ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നല്ലൊരു തിണ്ണയുണ്ട്, ഇരിപ്പിടമാണ്. വെയിലൊന്നും കൊള്ളാതെ നല്ല തണലായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഈ
തിണ്ട് പോലെ നല്ലൊരു തിണ്ണയുണ്ട്, പലരും അവിടെ ഇരിക്കുന്നുണ്ട്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇരുന്നില്ല, വെയിലത്ത് അങ്ങനെ തന്നെ നിന്നുപോയി. വീട്ടുകാരൻ പുറത്തേക്ക് വരുന്നത് വരെ, സംസാരിച്ച് കാര്യം വസൂലാക്കുന്നത് വരെ ഒരേ നൃത്തം അങ്ങനെ നിന്നു. ചോദിക്കുന്നു, പലരും പറയുന്നു, ഉസ്താദേ അവിടെ അതാ നല്ലൊരു തണലുണ്ടല്ലോ, ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇരിക്കാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയത്, സന്ദർശകർക്ക് ഇരിക്കാനാണ്, അവിടെ ഒന്ന് ഇരുന്നൂടെ, ഇരുന്നാൽ കുറച്ചു നേരം റാഹത്ത് കിട്ടൂല, എത്ര നേരമായി നിൽക്കുന്നത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പറ്റൂല. എന്തേ പറ്റാത്തത്? ഒരു ഹദീസ് എന്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറിയുന്നു. എന്താണ് ഹദീസ്? കുല്ലു ഖർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. ഉപകാരം വേറൊന്ന് സ്വീകരിക്കുന്ന തരത്തിൽ കൊടുക്കുന്ന കടം ഫഹുവ റിബാ, അത് പലിശയാകുന്നു. കടക്കാരന്റെ വീട്ടിൽ വന്നിട്ട് ഞാനൊന്ന് തണല് കൊണ്ടാൽ പലിശയായി പോകുമോ? കടം കൊടുത്തതിന്റെ പേരിൽ എനിക്ക് കിട്ടിയ ഉപകാരത്തിൽ ഇത് പെടുത്താൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, എന്തൊരു ചിന്തയാണ്, എന്തൊരു സൂക്ഷ്മതയാണ്. സഹോദരങ്ങളെ, പലിശക്ക് കൊടുക്കരുത്, പലിശക്ക് വാങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞില്ലേ, വമാ ആതൈതും മിദ്ദിബൽ ലിയർബു ഫീ അംവാലിൻ നാസ്. ജനങ്ങളെ സമ്പത്ത് വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പലിശ ഫലാ യർബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല, അത് വളരൂല, ഒരിക്കലും അത് വികസിക്കൂല. ഇവിടെ പലിശയും തിന്നു കൂടുന്ന ആളുകള് ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധ ഇളകിയ ആളുകൾ അപസ്മാര രോഗം ബാധിച്ചിട്ട് ആടി വീഴുന്നത് പോലെ രണ്ട് കാലിൽ ഉറച്ച് നടക്കാനുള്ള ആവതുണ്ടാകൂല. ലാ യഖൂമൂന, അവര് ഖബറിൽ നിന്ന് എണീറ്റ് വരൂല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധയേറ്റ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉയരുന്നത് പോലെ രണ്ട് കാലിൽ അവർക്ക് നിൽപ്പ് കിട്ടൂല, ഉറച്ച് നടക്കാൻ കഴിയൂല. എന്തേ കാരണം? ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലുദ്ദിബാ. കച്ചവടം എന്ന് പറയുന്ന ഇടപാടും അതൊക്കെ ഒരു പലിശ പോലെ തന്നെയല്ലേ എന്നാണ് അവരുടെ ന്യായീകരണം. നമ്മൾ നടത്തുന്ന ഇടപാട്, കച്ചവടം, പലിശയും തമ്മിൽ എന്താ വ്യത്യാസം? അത് വേറൊരു ഇടപാട്, ഇത് വേറൊരു ഇടപാട് അല്ല കേട്ടോ, രണ്ടും ഒരേ രൂപത്തിലല്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമദ്ദിബാ. കച്ചവടം അല്ലാഹ് ഹലാലാക്കിയ വിഷയമാണ്. ചെയ്യുന്നതിന് ഫർള് കിഫായന്റെ കൂലിയുണ്ട്. ഒരു നാട്ടിൽ കച്ചവടം നടത്തുന്ന ആള് ചെറിയൊരു ബാധ്യതയല്ല നിർവഹിക്കുന്നത്, ഫർള് കിഫായയുടെ കൂലി കിട്ടുന്ന ആളാണ്. നല്ല ഇടപാടുകാരന് വലിയ കൂലി അല്ലാഹു നൽകുന്നുണ്ട്. വെറുതെ അല്ല. അയാള് അരിക്കച്ചവടം നടത്തട്ടെ, പഴക്കച്ചവടം നടത്തട്ടെ, പച്ചക്കറി കച്ചവടം നടത്തട്ടെ, വസ്ത്രവിൽപ്പന നടത്തട്ടെ, ഹലാലാ രീതിയിലുള്ള കച്ചവടത്തിന് വലിയ പ്രതിഫലം ഉണ്ട്. അത് അല്ലാഹ് ഹലാലാക്കിയതാണ്. ഹറമദ്ദിബാ, പലിശ അല്ലാഹ് ഹറാമാക്കി. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പലിശന്റെ ഗൗരവം മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പലിശക്ക് കൊടുക്കുന്നതും പലിശ വാങ്ങുന്നതും ഏറ്റവും അധികം ലോകത്ത് അധികരിച്ചിരുന്നൊരു സന്ദർഭത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശന്റെ ഇടപാട് മുഴുവനും നിർത്തിക്കളഞ്ഞുപോയി. പിന്നീട് അത് ലോകത്ത് സജീവമായത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. ഒരൊറ്റാളും പലിശക്ക് കൊടുക്കുന്ന ആളില്ലാതെ, പലിശക്ക് വാങ്ങുന്ന ആളില്ലാതെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ ഇടപാട് മുഴുവനും നിർത്തലാക്കിയിട്ട് ഹജ്ജത്തുൽ വദായിൽ വെച്ച് തങ്ങൾ പറഞ്ഞില്ലേ, ജാഹിലിയ്യ കാലഘട്ടത്തിലെ പലിശന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം തർക്കിക്കരുത്, ആ കണക്ക് മുഴുവനും എന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ ഞാൻ കുടിച്ചു മൂടിയിരിക്കുന്നു.
ഇനി ആ വിഷയത്തിൽ ആരും പഴയ കണക്ക് പറഞ്ഞ് തർക്കിക്കരുത്. അത് വിവരമില്ലാത്ത കാലത്തുണ്ടായ ഒരു സംഗതിയാണ്. ഇനി ആ ഏർപ്പാടേ പറ്റൂല. ഏത് രൂപത്തിലാ തങ്ങളത് വൃത്തിയാക്കിയത്? ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ഏർപ്പാടുണ്ടായിരുന്നു, ഒന്നും രണ്ടൊന്നല്ല. വേറെ ഒരു സംഗതിയാണ്, നിങ്ങൾ നോക്ക്, ധനസമ്പാദനത്തിന്റെ മാർഗമായിട്ട് അന്നുണ്ടായിരുന്ന ഒന്നാണ് അൽ ഖിമാർ. ഇന്നുണ്ടത്, പലയിടങ്ങളിലുണ്ട് അൽ ഖിമാർ. അറിയുമോ? പന്തയം. പന്തയം ഹറാമാണ്. ആ ശൈലിയും ശരിയല്ല, സമ്പാദ്യവും ശരിയല്ല. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടോ പന്തയം? ഉണ്ട്. അന്നും ഇന്നത്തെ രൂപം മാറ്റേണ്ടെന്നേ ഉള്ളൂ, കോലം മാറ്റേണ്ടെന്നേ ഉള്ളൂ. ഇന്നൊരു പക്ഷേ കിട്ടുന്നത്, ആളുകൾ കിട്ടുന്നത് ഒരു പക്ഷേ പണമായിരിക്കും, അന്ന് കിട്ടുന്ന വേറെ രൂപത്തിലായിരുന്നു. അന്നെങ്ങനെയായിരുന്നു പന്തയം വെച്ചിരുന്നത്? എല്ലാവരിൽ നിന്നും സ്വീകരിക്കും ഓരോ 100 രൂപ. ഉദാഹരണം പറയട്ടെ, ഒരു 100 ദിർഹം വാങ്ങും ഒരു 20 ആളിൽ നിന്ന്. 100 ദിർഹം വാങ്ങിയിട്ട് പിന്നെ ഓരോരുത്തരുടെയും പേരിൽ ടോക്കൺ വെക്കും. ആ ടോക്കണിൽ ഒന്നാമത്തെ നമ്പർ ആർക്കാണോ കിട്ടുന്നത്, ഒട്ടകത്തിന്റെ 100 കിലോ ഇറച്ചി അയാൾക്കാണ്. രണ്ടാമത്തെ ടോക്കൺ കിട്ടുന്ന ആൾക്ക് ഒട്ടകത്തിന്റെ 50 കിലോ ഇറച്ചി. ഒന്നാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്, രണ്ടാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്, മൂന്നാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്, 20ാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്. 20ാമത്തെ നമ്പർ കിട്ടുന്ന ആൾക്ക് തോലും എല്ലും ബാക്കി ഉണ്ടാവും, അത് കൊണ്ടുപോവാ. ഇങ്ങനെ ഭാഗിച്ച് ഇത് ഹറാമാ. അതിന്റെ രൂപം ഒന്ന് മാറിയേ ഉള്ളൂ. ഇപ്പോഴും ആ സംഗതി നടക്കുന്നുണ്ട്. രൂപം ഒന്ന് മാറിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ വിഷയമാണ്, അല്ലാഹ് ഹറാമാക്കിയ സംഗതിയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ആ രൂപത്തിലുള്ള പന്തയം വെക്കുന്നത്, ആ രൂപത്തിലുള്ള നറുക്ക് വീറ്റുകൊണ്ട് ഭാഗ്യപരിശോധന നടത്തുന്നത്, അത് പിശാചിന്റെ പ്രവണതയാണ്. പല രൂപത്തിലും അത്തരത്തിലുള്ള ഇടപാടുകൾ ഇന്നും നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, കൊടുക്കുന്നത് എല്ലാവരും ഒരേ ധനമല്ലേ, 100 ദിർഹം എല്ലാവർക്കും ഒരുപോലെയല്ലേ കിട്ടേണ്ടത്? എന്നിട്ട് 20ാമത്തെ ആൾക്ക് കിട്ടിയതോ അയാൾക്ക് ഇറച്ചിയില്ല, ഏതെങ്കിലും ഒരു വകുപ്പിൽ കടിച്ചീമ്പാൻ പോലുള്ള ഇറച്ചിയില്ല, എല്ലിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒന്ന് വലിച്ചെടുക്കാൻ പോലുമില്ല. അവസാനം കിട്ടുന്ന എല്ലും തോലുമാണ് അയാൾക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ ടോക്കണ്ട ആള് കൊണ്ടുപോയതോ 100 കിലോ ഇറച്ചിയാണ്. അയാൾ കൊടുത്തതും ഇയാൾ കൊടുത്തതും ഒരേ രൂപത്തിലല്ലേ? ഇതെങ്ങനെ നീതിയാകും? ഇത് അനീതിയല്ലേ? ഇത് അനാവശ്യമല്ലേ? ഇത് തെറ്റല്ലേ? ഇതേ പ്രവണതയാണ് ലോട്ടറിയിലൂടെ നടക്കുന്നത്. ഇതേ പ്രവണതയാണ് പന്തയത്തിലൂടെ നടക്കുന്നത്. ഹറാമാണ് കേട്ടോ. മറ്റൊരു രൂപം പറയട്ടെ, ഹലാലല്ലാത്തൊരു സമ്പാദ്യം പറയട്ടെ. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അതും വികസിച്ചിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. അർഹതയില്ലാത്ത രൂപത്തിലുള്ള സമ്പാദ്യം നമ്മൾ സമ്പാദിക്കരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അധികം കറക്റ്റായി ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പത്ത് സമ്പാദിക്കുന്നിടത്ത് വളരെയധികം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ മാല ഖദറത്തുൻ ഹുൽവാ. സമ്പത്ത് എന്ന് പറയുന്നത് നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. മധുരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഷുഗറുകാരന് പോലും ചിലപ്പം പറയും, കുറച്ചൊക്കെ മധുരം ഇപ്പൊ കഴിക്കാ, ഇപ്പൊ പ്രശ്നമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കുഴപ്പമുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് നിർത്താമെന്ന്. മധുരം അവർക്കും ഇഷ്ടമാണ്. ഡോക്ടർ പറഞ്ഞു, ഒന്നും തുടരുത് കേട്ടോ, ഇത്രയും ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാലും പൊതുവെ ആൾക്കാരുടെ പ്രകൃതിയിലേക്ക് മധുരം ഒരു ഇഷ്ടമേറിയ സംഗതിയാണ്. അതേ രൂപത്തിൽ തന്നെയാണ് പച്ചപ്പും ആളുകൾക്ക് വലിയൊരു ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളോട് വെള്ളയിലേക്കല്ലല്ലോ പച്ചയിലേക്ക് നോക്കാൻ പറയുന്നത്. എത്ര ഗുരുതരമായ രീതിയിലാ മുറിച്ചു മാറ്റുന്നത് നോക്കാൻ പറയുന്നു. ആ പച്ചയിലേക്കൊന്ന് നോക്കൂ, ഒരു റാഹത്തുണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും, ഒരു ഇഷ്ടമുള്ള രൂപമല്ലേ അത്. ഇതേ രൂപത്തിലാണ് സമ്പത്ത്. തങ്ങൾ പറഞ്ഞു, ഫൈൻ അഖദഹു ബിഹഖ്ഖിഹി, അർഹതപ്പെട്ട രൂപത്തിലാണോ സമ്പത്ത്
സമ്പത്ത് സ്വീകരിക്കുന്നത് ഫനിഅമൽ മഊനതു ഹി, അത് നല്ല സഹായിയാണ്, അത് നല്ല സഹകാരിയാണ്. വഇല്ലം യഖുദുഹു ബിഹഖിഹി, അർഹതയുടെ രൂപത്തിലല്ല സമ്പത്ത് സ്വീകരിക്കുന്നത്, അനർഹമായ രൂപത്തിലാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യുബാറക് ലഹു ഫീഹി, അല്ലാഹു അതിൽ ബറക്കത്ത് ചെയ്യൂല. എന്റെ വകയല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണിത് പറഞ്ഞത്. എപ്പോഴാ തങ്ങളിത് പറഞ്ഞത് എന്നറിയോ? ഒരു ദിവസം മദീന പള്ളിയിൽ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ സാധാരണയിൽ കവിഞ്ഞ ജനം. മദീന പള്ളിയിൽ സാധാരണ ആളുകൾ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത് സുബഹിക്കാണ്. പക്ഷേ അന്ന് ളുഹ്റിന് വലിയ ജനം വന്നിട്ടുണ്ട്. ളുഹ്റിന് സാധാരണ അത്ര അധികം ആളുകൾ ഉണ്ടാകൂല. കാരണം ചിലര് കൃഷി സ്ഥലത്തായിരിക്കും, ചിലർ കച്ചവട സ്ഥലത്തായിരിക്കും, ചിലർ ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ മേയ്ക്കുന്നിടത്തായിരിക്കും. അന്ന് കൂടുതൽ ആളുകളെ കണ്ടപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തോ വിഷയം അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി വന്നത്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അതേ നബി, അറിഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്തോ ഒരു സമ്പത്ത് വന്ന് അറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ കിട്ടുമെന്ന് കരുതി വന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ളത് തന്നെയാണ്, വേറെ ആരും കൊടുക്കാനുള്ളതല്ല, സമ്പത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സമ്പത്ത് മദീനയിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനുള്ളത് തന്നെയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അവർക്കൊക്കെ കൊടുക്കും പോലെ എനിക്ക് കുറച്ചു പോരാ, എനിക്ക് കുറച്ച് അധികം വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ അധികം? നിങ്ങൾക്ക് എന്താ അധികം? ഒന്നുമല്ല നബിയെ, ബദർ യുദ്ധത്തിൽ തടവറയിൽ നിന്ന് മോചനം കൊടുക്കേണ്ട സന്ദർഭം വന്നപ്പോ എന്റെ മോചന ദ്രവ്യവും എന്റെ സഹോദരൻ അഖീലിന്റെ മോചന ദ്രവ്യവും രണ്ടും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഏറെ ചെലവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം വേണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു വസ്ത്രത്തിലേക്ക് ഇങ്ങനെ വാരിക്കൂട്ടി ഒരുപാട് സ്വത്ത് വാരിക്കൂട്ടി, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരിക്കൂട്ടി. എന്നിട്ട് പൊക്കാൻ നോക്കുന്ന സമയത്ത് പൊങ്ങുന്നില്ല. അത്രയും അധികം വാരിയെടുത്തിട്ടുണ്ട്, ദിർഹം വാരിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരാളോട് പറയണോ ഇതൊന്ന് തോളിലേക്ക് ഏറ്റിത്തരാൻ വേണ്ടിയിട്ട്? തങ്ങൾ പറഞ്ഞു, തോളിലേക്ക് ഏറ്റിത്തരാനൊന്നും പറയൂല, ഫർഫഹു അൻ, തങ്ങൾ വേണമെങ്കിൽ പൊക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി വാരി അങ്ങോട്ടിട്ടു, അനത് പൊങ്ങണ്ടേ. പിന്നെയും പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങണില്ല. അപ്പൊ എത്ര അധികം അടുത്ത് എടുക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത്തോളം എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും വാരിയിട്ട്, ആരോടെങ്കിലും ഒന്ന് പൊക്കിത്തരാൻ പറയുമോ? ഇല്ലല്ല, പൊക്കിത്തരാൻ പറയൂല, നിങ്ങൾക്ക് പാകുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ചുകൂടി അങ്ങോട്ട് വാരിയിട്ടു. പിന്നെയും പറഞ്ഞു, നബിയെ പൊങ്ങുന്നില്ലല്ലോ. പിന്നെയും നാലാമത് പിന്നെയും വാരിയിട്ടു. പിന്നെ പതുക്കെ അങ്ങനെ പൊക്കിയെടുത്തിട്ട് തോളിലേക്ക് വെച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കി, കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, സമ്പത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല നിലക്കാണോ സമ്പാദ്യം, വലിയ ബറക്കത്ത് അല്ലാഹു അതിൽ തരും. അതേ സമയത്ത് നല്ല രൂപത്തിലല്ലേ, ലം യുബാറക് ലഹു ഫീഹി, അതിൽ ബറക്കത്ത് നൽകപ്പെടൂല. മാത്രമല്ല, വകാന ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, അനർഹമായ രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം ഖിയാമത്ത് നാളിൽ പ്രതികൂല സാക്ഷിയായി വരും. ഖിയാമത്ത് നാളിൽ അനുകൂല സാക്ഷിയല്ല, പ്രതികൂല സാക്ഷിയായി വരും. സമ്പത്ത് അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കും, ഇവൻ എന്നെ നേടിയെടുത്തത്, ഇവൻ എന്നെ കൈക്കലാക്കിയത് അനർഹമായ രൂപത്തിലാണ്, അർഹതയുള്ള നിലക്കല്ല. സമ്പത്ത് അവിടെ സംസാരിക്കുമ്പോ കുഴങ്ങിപ്പോകും, ആകെ ചിന്നിച്ചിതറിപ്പോകും. പിന്നെ രക്ഷപ്പെടുത്താൻ എന്താ ഉണ്ടാവുക? പ്രതികൂല സാക്ഷിയായിട്ട് സമ്പത്ത് വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം.